നെല്ലിയാമ്പതിയിലെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൽ ഈ വർഷത്തെ ഓറഞ്ച്, പാഷൻ ഫ്രൂട്ട്, തണ്ണിമത്തൻ മുതലായ പഴവർഗ്ഗ വിളകളുടെ വിളവെടുപ്പ് ആരംഭിച്ചു. ബ്രിട്ടീഷുകാരുടെ കാലം മുതലുണ്ടായിരുന്ന ഓറഞ്ച് കൃഷി ഫാമിലും പുറത്തും സങ്കീർണ രോഗം ബാധിച്ച് നാമാവശേഷമായതിനു ശേഷം 2018-19 മുതൽ രണ്ടാമത് നട്ടു തുടങ്ങിയ ഓറഞ്ച് തൈകളാണ് നിലവിൽ ഫാമിലുള്ളത്. ഓരോ വർഷവും പുതുതായി കൂടുതൽ പ്രദേശത്ത് കൃഷി വ്യാപിപ്പിച്ചു വരുന്നുണ്ട്. ഈ വർഷം ഏകദേശം 1.5 ടൺ മുതൽ 2 ടൺ വരെ ഉൽപ്പാദനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെറുനാരകം, മാൾട്ട ലെമൺ, ചൈനീസ് ഓറഞ്ച്, വട്ടനരകം, വരിഗേറ്റഡ് ലെമൺ, സീഡ്ലെസ് ലെമൺ, പിമല്ലോ തുടങ്ങി ഓറഞ്ചിന്റെ കുടുംബമായ വിവിധയിനം നാരകവർഗ വിളകളും ഫാമിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. പാഷൻ ഫ്രൂട്ടിന്റെ കാവേരി എന്ന ഇനവും നാടൻ ഇനവും ഫാമിൽ വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്നു. തണ്ണിമത്തൻ, ഡ്രാഗൺ ഫ്രൂട്ട്, സ്ട്രോബെറി, പേരക്ക, ലോങ്ങൻ, പീച്ച്, പ്ലാവ്, മാവ്, റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, ജബോട്ടിക്കാബ, ചാമ്പ, സുരിനാം ചെറി, വെസ്റ്റ് ഇന്ത്യൻ ചെറി, ഞാവൽ മുതലായവയും കൃഷി ചെയ്തു വരുന്നു. പഴവർഗ്ഗ കൃഷി കൂടുതൽ ഏരിയയിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ഫാമിലെ മുഴുവൻ പഴവർഗ്ഗങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കിയാണ് വിപണനം നടത്തുന്നത്. ഓറഞ്ചും പാഷൻ ഫ്രൂട്ടും നേരിട്ട് വിൽപ്പനയുണ്ടായിരിക്കില്ല. ഓറഞ്ച് സ്കോഷ്, പാഷൻ ഫ്രൂട്ട് സ്കോഷ്, ജ്യൂസ് എന്നിവയും ജാമുകൾ, ജെല്ലികൾ, അച്ചാറുകൾ, റെഡി ടു ഡ്രിങ്ക് ജ്യൂസുകൾ മുതലായവയും ഫാമിന്റെ സെയിൽസ് ഔട്ട്ലെറ്റിൽ നിന്നും സന്ദർശകർക്ക് മിതമായ നിരക്കിൽ ലഭിക്കും. നമ്മുടെ ഈ വർഷത്തെ വിളവെടുപ്പുകളുടെ ഒരു പ്രാരംഭ പ്രവർത്തനം ബഹുമാനപ്പെട്ട MLA നമ്മുടെ ഫാമിലെ ആദ്യത്തെ ഒരു പരിപാടിയായിട്ട് ഇവിടെ സംഘടിപ്പിക്കുകയാണ്. നമുക്കതിൽ ഏറ്റവും സന്തോഷവും അഭിമാനവും ഉണ്ട്. അദ്ദേഹത്തിനെ തന്നെ അതിന് കിട്ടി എന്നുള്ളത്. നമുക്കറിയാം, ഫാം കഴിഞ്ഞ 2-3 വർഷമായി ഇതിൻ്റെ ഒരു പുരോഗതിയുടെ പാതയിലാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൂടെ അപ്രൂവൽ ആവശ്യമുള്ളതായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഫോളോ അപ്പ് നടത്തിയാൽ അതും കൂടെയൊക്കെ നേടിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ ഈ ഫാമിനെ വളരെ നല്ല രൂപത്തിൽ ഏറ്റവും പഴയുള്ള പ്രതാപകാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയും. ഈ വർഷത്തെ പഴവർഗ്ഗ വിളകളുടെ വിളവെടുപ്പ് നെന്മാർ നിയോജക മണ്ഡലം നിയുക്ത MLA K. പ്രേമൻ നിർവഹിച്ചു. ഒരു കൊട്ട നിറയ്ക്കുന്ന ഇരിക്കലാണ്. നെല്ലിയാമ്പതിയിൽ ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അല്ലേ? നമ്മളെല്ലാം അതിൻ്റെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ് ഈ നെല്ലിയാമ്പതിയിലേക്ക് കയറി വരുന്ന ഓരോ മനുഷ്യനും എന്ന് നമുക്കറിയാം. അത് പരിഹരിക്കാനും ഈ സ്ഥാപനത്തിന് വലിയ ഇടപെടൽ നടത്താൻ കഴിയും. കാരണം എന്താ, ഇവിടെ നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാൻ കഴിയാവുന്ന ഭൂമി സ്വന്തമായിട്ടുള്ളത് ഓറഞ്ച് വെജിറ്റബിൾ ഫാമിന് മാത്രമാണ്. ബാക്കി മുഴുവൻ ഫോറസ്റ്റ് ഭൂമിയാണ്, പിന്നെ എസ്റ്റേറ്റ് ഭൂമികളാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്തെല്ലാം, നമ്മൾക്ക് പ്രകൃതിക്ക് ദോഷമില്ലാത്ത വിധത്തിൽ നാടിന് ഗുണപരമായ കാര്യങ്ങൾ എന്നുള്ള നിലയിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമുക്ക് ചെയ്യാൻ ഒരു മനസ്സോടുകൂടി നമുക്ക് മുന്നോട്ട് പോവാം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റന്നാളാണ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുന്നേ നിങ്ങളെല്ലാം വന്ന് കാണാനും നിങ്ങളോട് ആ കാര്യം കൂടി പറയാനും, നിങ്ങളിൽ ഒരാളായ എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കാനും, നിങ്ങളുടെ ഒരു കുടുംബാംഗത്തെ പോലെ, കൂട്ടുകാരനെ പോലെ, അനിയനെ പോലെ, ഏട്ടനെ പോലെ, ഒരു മകനെ പോലെ എല്ലാം കണ്ട് സ്നേഹിക്കാനും എന്നെ നിങ്ങൾ ആത്മാർത്ഥമായി സഹകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള പ്രത്യേക സാഹചര്യത്തിൽ പോലും നമ്മുടെ ഈ മണ്ഡലത്തിൽ MLA എന്നുള്ള നിലയിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞത് എന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഓരോ പരിമിതിയും, നിങ്ങളുടെ കുറവുകൾ, നിങ്ങളുടെ നേട്ടങ്ങൾ എല്ലാം അത് എൻ്റേത് കൂടിയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ നിങ്ങളുടേതാണ്, നിങ്ങൾ എൻ്റേതാണ്. വൈവിധ്യപൂർണ്ണമായ പ്രോജക്റ്റുകൾ നമുക്ക് തയ്യാറാക്കണം. അതിനിപ്പോൾ എന്ത് റിസ്ക് എടുത്തായാലും അതിന് അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ടി നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് നേരത്തെ മുതൽ ഞാൻ പറയുന്ന പോലെ തന്നെ ഇനി പൂർണ്ണമായിട്ടുണ്ടാവും, ഇനി എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് എന്തെല്ലാം ഈ നാട്ടിൽ ചെയ്യാൻ വേണ്ടി കഴിയുമോ അതിനെ സർക്കാരിനെ കൊണ്ട് ഇടപെടുത്താൻ കഴിയാവുന്ന മേഖലകളിലെല്ലാം ഇടപെടാനും, അതുപോലെ തന്നെ മറ്റു രീതികളിൽ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുമോ ആ രീതികളിലും നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഫാം സൂപ്രണ്ട് P. സാജിദ് അലി അധ്യക്ഷത വഹിച്ചു. ഫാം ഉദ്യോഗസ്ഥരും തൊഴിലാളി യൂണിയൻ പ്രതിനിധികളും പരിപാടിയിൽ സംബന്ധിച്ചു. UTV ന്യൂസ്, പാലക്കാട്.